സിയാൽ പുനരധിവാസം രണ്ടാം ഘട്ട പാക്കേജിന് അംഗീകാരമായി. കൊച്ചി വിമാനത്താവളത്തിനായി സ്ഥലമേറ്റെടുത്തപ്പോൾ വീടും പുരയിടവും നഷ്ടപ്പെട്ടവർക്കായി രൂപവൽക്കരിച്ച രണ്ടാം ഘട്ട പുനരധിവാസ പദ്ധതിക്ക് ഡയറക്ടർ ബോർഡ് അംഗീകാരം നൽകി. നേരത്തെയുള്ള പാക്കേജിൽ മതിയായ സംരക്ഷണം ലഭിക്കാത്തവർക്കാണ് രണ്ടാം ഘട്ട പാക്കേജ് നടപ്പിലാക്കുന്നത്. സിയാൽ സബ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ മന്ത്രി പി രാജീവ് മുൻകൈയെടുത്താണ് രണ്ടാം ഘട്ട പാക്കേജിന് രൂപം നൽകിയത്. കൊച്ചി വിമാനത്താവളത്തിനായി വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്കായി നേരത്തെ തന്നെ പുനരധിവാസ പാക്കേജ് നടപ്പാക്കിയിരുന്നു. വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ച് സിയാൽ, മറ്റ് അനുബന്ധ സ്ഥാപനങ്ങൾ എന്നിവയിൽ തൊഴിലവസരം, ടാക്സി പെർമിറ്റ്, ഹെഡ്ലോഡ് വർക്കേഴ്സ് സൊസൈറ്റിയിൽ അംഗത്വം എന്നിങ്ങനെയുള്ള വിവിധ തട്ടുകളിലായാണ് പുനരധിവാസ പാക്കേജ് നടപ്പിലാക്കുന്നത്. ഇത്തരം വിന്യാസം നടപ്പിലാക്കിയപ്പോൾ നിരവധി പേർക്ക് കുറഞ്ഞ വേതനമുള്ള കരാർ ജോലികളാണ് ലഭിച്ചിരുന്നത്. ഇവർക്കായി പാക്കേജിൽ മാറ്റം വരുത്തണമെന്ന ദീർഘകാല ആവശ്യമാണ് ഇപ്പോൾ സിയാൽ പരിഗണിച്ചത്. ഇതിന്റെ ആദ്യ ഭാഗമായി എയർ ഇന്ത്യയിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് വിഭാഗത്തിൽ താരതമ്യേന കുറഞ്ഞ വേതനത്തിന് കരാർ ജോലി ചെയ്തിരുന്ന 20 പേർക്ക് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് എയർ കാർഗോ കയറ്റിറക്ക് തൊഴിലാളി കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗത്വം നൽകും. ഈ രംഗത്തെ തൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷയും ആധുനിക ഭരണ സംവിധാനത്തിന്റെ സഹായവും ഉറപ്പുവരുത്താനായി സിയാലിന്റെ മേൽനോട്ടത്തിൽ 2 വർഷം മുമ്പ് രൂപവൽക്കരിച്ച സൊസൈറ്റിയിൽ നിലവിൽ 120 അംഗങ്ങളുണ്ട്. എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലും അസംഘടിത തലച്ചുമട് തൊഴിൽ മേഖലയിലും പ്രവർത്തിച്ചിരുന്നവരും ശാരീരിക അവശതകളാൽ പ്രസ്തുത തൊഴിൽ ചെയ്യാൻ കഴിയാത്തവർക്കും ഈ വിഭാഗത്തിൽപ്പെട്ട മരിച്ച തൊഴിലാളികളുടെ ആശ്രിതർക്കും സിയാലിന്റെ പ്രീപെയ്ഡ് ടാക്സി സൊസൈറ്റിയിൽ പെർമിറ്റ് നൽകുവാനും തീരുമാനമായി. 25 പേർക്കാണ് ഈ അവസരം ലഭിക്കുന്നത്. നിലവിൽ 650 പേർക്ക് ടാക്സി പെർമിറ്റ് ഉണ്ട്. യാത്രക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ചുള്ള സാഹചര്യം വിലയിരുത്തി കൂടുതൽ പേർക്ക് അവസരം ലഭ്യമാക്കും. രണ്ടാം ഘട്ട പുനരധിവാസ പാക്കേജിന് അർഹതപ്പെട്ടവരുടെ യോഗം സിയാലിൽ വിളിച്ചു ചേർക്കുകയും മന്ത്രി പി രാജീവ് ഡയറക്ടർ ബോർഡിന്റെ തീരുമാനങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. ഈ തീരുമാനമെടുത്തു അത് സൊസൈറ്റി ദീർഘകാലത്തിൽ ആവശ്യമായിരുന്നു. ചർച്ച ചെയ്തു, സൊസൈറ്റി രൂപീകരണം വന്നപ്പോ ചെറിയ സംശയങ്ങൾ ആളുകൾക്കുണ്ടായി. ഇപ്പൊ എന്തായാലും വൈകി പോയതാണ്. ഇപ്പൊ ശരാശരി ശമ്പളം 9,000 ശമ്പളം. ആ കൂട്ടത്തിലേക്കാണ് നിങ്ങൾ ഒരു വിഭാഗത്തെ കൊണ്ടുവരുന്നത്. ഒരു ഭാഗം ടാക്സി ആണ് അവർ പ്രിഫർ ചെയ്തിരിക്കുന്നത്. ടാക്സി ഇപ്പോ പണ്ടത്തെ പോലെ അല്ല. 1 ലക്ഷം രൂപ കിട്ടുന്നവർക്ക് മോളിൽ കിട്ടുന്നവർക്ക് സംശയം ഇവരോട് വന്നാൽ ഞങ്ങൾ കുറയുമെന്നുള്ളതാണ് അവരുടെ സംശയം. ഇവർക്കത് കിട്ടുമെന്നുള്ളതല്ല. എന്നാൽ ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. 2.5 ദശാബ്ദമായി നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ഇതിന് സിയാൽ ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക താൽപര്യമെടുത്തിരുന്നെന്നും രാജീവ് വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് നിരവധി അപേക്ഷകൾ ലഭിച്ചിരുന്നു. അവ സമഗ്രമായി വിലയിരുത്തിയ ശേഷമാണ് ഇത്തരമൊരു പാക്കേജിന് രൂപം നൽകിയത്. ടാക്സി സൊസൈറ്റിയും ഹെഡ്ലോഡ് വർക്കേഴ്സ് സഹകരണ സൊസൈറ്റിയും അഭിനന്ദനീയമായ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവയിലെ അംഗങ്ങൾക്ക് മികച്ച വരുമാനം ലഭിക്കുന്നുണ്ട്. പുതിയ അംഗങ്ങൾക്കും ഈ അവസരമാണ് ലഭ്യമാകുക. സിയാൽ മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജയരാജൻ വി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നെടുമ്പാശ്ശേരി.